Lord, you're holy, Lord. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമീൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ബ്രദറിൻ്റെ ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ബ്രദർ തന്നെ ഒന്ന് വായിച്ചാൽ മതി. സദൃശവാക്യങ്ങൾ 3-5-6. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഇന്ന് പലരും ദൈവഹിതം ചെയ്യാതെ തിന്നുക, കുടിക്കുക, കളിക്കുക, പണം സമ്പാദിക്കുക എന്നീ കാര്യത്തിൽ മാത്രം ശ്രദ്ധാലുക്കളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് എന്താണ് സംഭവിക്കുക? ഇക്കാര്യത്തിന് കർത്താവ് വ്യക്തമായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ലോത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാതെ മനുഷ്യൻ തിന്നുക, കുടിക്കുക, കൃഷി ചെയ്യുക, ബിസിനസ് നടത്തുക, അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തി. തിന്നുന്നത് പാപമല്ല, കുടിക്കുന്നത് പാപമല്ല, വ്യാപാരം ചെയ്യുന്നതും കൃഷി ചെയ്യുന്നതും പാപമല്ല. പക്ഷെ ദൈവത്തിൻ്റെ ഹിതം മാറ്റിവെച്ച് സ്വന്തം ലാഭത്തിനും സുഖത്തിനും വേണ്ടി ഇത്തരം കാര്യങ്ങളിൽ അവർ ഏർപ്പെട്ടപ്പോൾ ഒടുവിൽ അവർക്ക് സംഭവിച്ചത് അഗ്നി ഇറങ്ങി ദൈവക്രോധത്താൽ എല്ലാവരും നശിച്ചുപോയി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിലും ഇപ്രകാരം തന്നെ സംഭവിക്കുമെന്ന് ക്രിസ്തു പറഞ്ഞു. ഇന്നും ഒരു വിഭാഗം ജനങ്ങൾ തിന്നുക, കുടിക്കുക, കൃഷി ചെയ്യുക, സമ്പാദിക്കുക, ബിസിനസ് ചെയ്യുക, സ്വന്തം താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക. ഈ ശ്രമത്തിൽ അവർ ദൈവഹിതത്തെ, ദൈവത്തിൻ്റെ വചനമായ ബൈബിളിനെ, അതിലെ കൽപ്പനകളെ പാടെ അവഗണിക്കാറുണ്ട്. അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് നമ്മോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് ബ്രദർ ഒന്ന് വായിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും വാങ്ങിയും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവണ്ണം തന്നെയാകും. പലരും പണം സമ്പാദിക്കാനായി നെട്ടോട്ടം ഓടുന്നു. എന്നാൽ അവർ വിചാരിക്കുന്നത് പോലെ സുഖജീവിതം നയിക്കുവാൻ അവർക്ക് സാധിക്കുമോ? ഈ ചോദ്യത്തിന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയിലൂടെ ഉത്തരം പറയാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. മനുഷ്യൻ പലതും സ്വപ്നം കാണും, മോഹിക്കും, ആഗ്രഹിക്കും.
പക്ഷേ അതുപോലെയൊന്നും നടക്കുകയില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എങ്കിൽ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശനം കിട്ടും. കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നാം നമ്മുടെ ഇഷ്ടം നിറവേറ്റിയാൽ, സാത്താൻ്റെ ഇഷ്ടം നിറവേറ്റിയാൽ, മറ്റുള്ളവരുടെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നാം നിറവേറ്റിയാൽ അത് നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ല. എന്നാൽ അല്പം നഷ്ടം വന്നാലും, അല്പം വേദന വന്നാലും, അല്പം അപമാനം സ്വീകരിക്കേണ്ടി വന്നാലും, നമുക്ക് ഒറ്റപ്പെടേണ്ടി വന്നാലും നാം കർത്താവിൻ്റെ ഹിതം ചെയ്താൽ നമുക്ക് നിശ്ചയമായും സ്വർഗത്തിലേക്ക് പോകാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണ്. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മോടും ഭൂതലത്തിലുള്ള സകല വിശുദ്ധരോടും കൂടെ ഉണ്ടാകുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. നാം ജനിച്ച് വളർന്ന സഭ സംഘടനയുടെ ഇഷ്ടവും സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടവും എപ്പോഴും ഒന്നായിരിക്കുമോ, അതോ ഇവ രണ്ടും വ്യത്യസ്തങ്ങൾ ആയിരിക്കുമോ? നാം ജനിച്ചു വളർന്ന സഭാ സംഘടനയുടെ ഇഷ്ടമെന്ന് പറയുന്നത് ആ സഭാ സംഘടനയുടെ നേതാക്കളുടെ ഇഷ്ടമാണ്. ഇന്ന് ലോകത്തിൽ ധാരാളം സഭാ സംഘടനകളുണ്ട്. എല്ലാ സഭാ സംഘടനകളെയും നിയന്ത്രിക്കുന്നത് മനുഷ്യരാണ്. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടവും സഭാ നേതാക്കളുടെ ഇഷ്ടവും എപ്പോഴും ഒന്നായിരിക്കണമെന്നില്ല. ഇന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അവർ ജനിച്ചു വളർന്ന സമുദായത്തിലെ സഭാ നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ആചാരങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് തുല്യമായി അത് മാറുന്നുവെന്നാണ്. അനേകം സഭാ ശുശ്രൂഷകന്മാർ ഇന്ന് സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതം അവരുടെ ജീവിതത്തിൽ നിറവേറുവാൻ കാര്യമായി ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവർ ഏത് സഭാ സംഘടനകളിലാണോ ജനിച്ചു വളർന്നത് ആ സഭയുടെ ചട്ടങ്ങളും ആചാരങ്ങളും നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളും അനുസരിക്കുക. അതിൽ കവിഞ്ഞ് മറ്റൊന്നും അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് അവർ ആഗ്രഹിക്കുന്നില്ല. സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതവും സഭാ നേതാക്കളുടെ ഹിതവും പലപ്പോഴും പരസ്പര വിരുദ്ധങ്ങളായി മാറാറുണ്ട്. ഒന്നോ രണ്ടോ വിഷയത്തിലല്ല, ഒത്തിരി കാര്യങ്ങളിൽ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടവും പല സഭാ സംഘടനകളുടെ നേതാക്കളുടെ തീരുമാനങ്ങളും ഉപദേശങ്ങളും പരസ്പര വിരുദ്ധങ്ങൾ ആകാറുണ്ട്. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നാം എങ്ങനെയാണ് തിരിച്ചറിയുക? സ്വർഗീയ പിതാവിൻ്റെ തിരുവിഷ്ടമാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൽ അനേക പുസ്തകങ്ങൾ ഉണ്ടെങ്കിലും തിരുവെഴുത്തുകൾ, വിശുദ്ധ ലിഖിതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒറ്റ പുസ്തകം മാത്രമേയുള്ളൂ. അത് വിശുദ്ധ ബൈബിളാണ്. മനുഷ്യൻ എന്തു ചെയ്യണം, ദൈവത്തിന് പ്രസാദകരമായ ജീവിതം എങ്ങനെ നയിക്കണം, അതിനെക്കുറിച്ചുള്ള സമ്പൂർണ്ണ ദൈവിക ഹിതമാണ് ഈ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനങ്ങൾക്കെതിരായി ഏതെങ്കിലും സഭാ നേതാക്കളുടെ ഉപദേശങ്ങൾ നിലകൊള്ളുന്നുവെങ്കിൽ നാം അപ്പോൾ ആ സഭാ നേതാക്കളെയല്ല അനുസരിക്കേണ്ടത്. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിളാണ് നാം അനുസരിക്കേണ്ടത്. തിരുവചനം അനുസരിക്കാതെ ഏതെങ്കിലും സഭാ നേതാക്കളുടെ പ്രബോധനങ്ങൾ അനുസരിച്ചാൽ നമ്മൾ ക്രിസ്തീയ ശുശ്രൂഷകരായി മാറുകയില്ല.
തിരുവചനങ്ങൾ അനുസരിക്കാതെ, വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക കൽപ്പനകൾ അനുസരിക്കാതെ ഏതെങ്കിലും സഭാ സംഘടനകളുടെ ഇഷ്ടം, അതിലെ നേതാക്കന്മാർ പറയുന്ന ഉപദേശങ്ങൾ അനുസരിച്ചാണ് നാം മുന്നോട്ട് പോകുന്നത് എങ്കിൽ ക്രിസ്തീയ ശുശ്രൂഷകൻ എന്ന പേരിന് നമ്മളാരും യോഗ്യരല്ല. അപ്പസ്തോലനായ പൗലോസ് അക്കാര്യം ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായി മാറുകയില്ല. അത് പൗലോസിന് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ബാധകമാണ്. ഇന്നത്തെ സങ്കടകരമായ കാര്യം, പലരും ഇന്ന് ക്രിസ്തീയ ശുശ്രൂഷയിലേക്ക് കാൽ വയ്ക്കുന്നത് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല. അവർ ജനിച്ചു വളർന്ന സഭയിലെ നേതാക്കൾ എന്തു പഠിപ്പിക്കുന്നുവോ അത് അതേപടി വിശ്വസിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കാനും വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് പല സഭാ ശുശ്രൂഷകരും സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാതെ അവരുടെ സഭാ നേതാക്കന്മാരുടെ ഇഷ്ടം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജനിച്ചു വളർന്ന സഭയിലെ നേതാക്കന്മാരുടെ ഉപദേശങ്ങൾ, പ്രാർത്ഥനാരീതികൾ, ബൈബിൾ വ്യാഖ്യാനങ്ങൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ, ഇതൊക്കെ സ്വയം വിശ്വസിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ ആ സഭാ സംഘടനയിലെ സഭാ ശുശ്രൂഷകന് ഒരുപാട് ഭൗതികമായ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. ഭക്ഷണം, വസ്ത്രം, ചികിത്സാ സഹായം, കൂടാതെ പദവികൾ, സ്ഥാനമാനങ്ങൾ, ജനങ്ങളിൽ നിന്നുള്ള ആദരവ്, അതൊക്കെ ലഭിക്കുന്നത് കൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുക, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്, അക്കാര്യത്തെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാതെ ആ സഭാ സംഘടനയുടെ നേതാക്കളെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവരുടെ ഉപദേശങ്ങളും ആചാരങ്ങളും ചോദ്യം ചെയ്യാതെ അതിൽ തൃപ്തിപ്പെട്ട് ഇതാണ് ദൈവവേല എന്ന് തെറ്റിദ്ധരിച്ച ധാരാളം പേരുണ്ട്. എന്നാൽ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല സംരക്ഷണങ്ങളും നമുക്ക് കിട്ടിയെന്ന് വരികയില്ല. ചില സംഘടനയിലെ ശുശ്രൂഷകർ ആ സംഘടനയിലെ ശുശ്രൂഷക സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞ എടുക്കും. അതായത് ആ സഭാ സംഘടനയിലെ ഉപദേശങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പ്രാർത്ഥനാരീതികളും പാരമ്പര്യങ്ങളും ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാമെന്നും അത് പ്രചരിപ്പിക്കാമെന്നും അവർ പ്രതിജ്ഞ എടുക്കാറുണ്ട്. ഏത് സംഘടനയ്ക്ക് വേണ്ടിയാണോ ആ ശുശ്രൂഷകർ ജോലി ചെയ്യുന്നത്, ആ സംഘടനയോട് വിശ്വസ്തത പുലർത്തുവാൻ അവർ പ്രതിജ്ഞാബദ്ധരാണ്. മാത്രമല്ല, അവർ ജോലി ചെയ്യുന്ന സംഘടനയിലെ നേതാക്കളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാനും അവർക്ക് കടമയുണ്ട്. വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും ദൈവത്തിൻ്റെ വചനത്തിന് എതിരായാലും അവയെല്ലാം ചോദ്യം ചെയ്യാതെ സ്വയം വിശ്വസിക്കുവാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാനും ഇവർ പ്രതിജ്ഞയെടുക്കുന്നു. അങ്ങനെ ആ സംഘടനയെ 100% അനുസരിച്ചാൽ മാത്രമേ ആ സംഘടന തരുന്ന എല്ലാ രീതിയിലുമുള്ള സംരക്ഷണം ഈ ശുശ്രൂഷകന് ലഭിക്കണമെങ്കിൽ ഈ രീതിയിൽ ആ സംഘടനയെ സേവിക്കുവാൻ ഒരു സമർപ്പണം നടത്തേണ്ട ആവശ്യമുണ്ട്. അല്ലാതെ ഇന്ന് പല സഭാ ശുശ്രൂഷകരും ചില സംഘടനകളിൽ ശുശ്രൂഷക സ്ഥാനം സ്വീകരിക്കുന്നത് അവരെ സംബന്ധിച്ചുള്ള സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനും ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ മാത്രം അവരുടെ വിശ്വാസത്തിൻ്റെ ആധാരമാക്കി ജീവിക്കാനും ഒന്നുമല്ല. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം വിശുദ്ധ ബൈബിൾ മാത്രമാണ് എന്ന് ചില സഭാ ശുശ്രൂഷകർ ഇന്ന് പറയുകയാണെങ്കിൽ ആ സഭാ സംഘടന അവരെ ശുശ്രൂഷക സ്ഥാനത്തു നിന്ന് പുറന്തള്ളും. കാരണം ബൈബിളിൽ കാണാത്ത ഒട്ടനവധി പാരമ്പര്യ ആചാരങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ചില സഭാ സംഘടനകൾ അവരുടെ കീഴിലുള്ള ശുശ്രൂഷകന്മാർക്ക് കൊടുക്കുന്ന പ്രധാന ദൗത്യം തന്നെ. ഇക്കാരണത്താൽ ഇന്ന് പല ശുശ്രൂഷകന്മാർക്കും അവരെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം അവരുടെ ജീവിതത്തിൽ നിറവേറ്റാൻ കഴിയുന്നില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥനയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എല്ലാ മനുഷ്യർക്കും അവരുടേതായ ഇഷ്ടം നിറവേറ്റാൻ ജന്മന താല്പര്യമുണ്ട്. സ്വന്തം ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ് അനേകരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ സ്വന്തം ഇഷ്ടം നിറവേറ്റാതെ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. എന്നാൽ ഇന്ന് പല ക്രിസ്തീയ സഭാ ശുശ്രൂഷകരിലും അതുപോലെ തന്നെ വിശ്വാസികളിലും സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടമല്ല നിറവേറുന്നത്, മറിച്ച് അവർ ജനിച്ചു വളർന്ന ആ സഭാ സംഘടനയുടെ നേതാക്കളുടെ ഇഷ്ടമാണ് താഴെയുള്ളവരും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവർ വിശ്വാസികളെന്നും ക്രിസ്തീയ ശുശ്രൂഷകരെന്നും സ്വയം വിശേഷിപ്പിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്താൽ നമുക്ക് എന്ത് പ്രയോജനം ലഭിക്കും? സ്വർഗീയ പിതാവിൻ്റെ തിരുമനസ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം നമ്മിൽ നിറവേറ്റിയാൽ നമുക്ക് ലഭിക്കുന്നത് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. എന്നാൽ ജനിച്ചു വളർന്ന സഭാ സംഘടനയുടെ ഇഷ്ടം നിറവേറ്റിയാൽ ഒരുപക്ഷെ ഈ ഭൂമിയിൽ നല്ല ഭക്ഷണവും താമസ സൗകര്യവും പദവിയും ചികിത്സാ സഹായവും ജനങ്ങളിൽ നിന്നുള്ള ആദരവും ഒക്കെ നമുക്ക് കിട്ടിയെന്ന് വരാം. പക്ഷേ എന്താ പ്രയോജനം? സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഈ ഭൂമിയിൽ അല്പം കഷ്ടം സഹിച്ചാലും ജനങ്ങളിൽ നിന്നുള്ള ആദരവല്ല, അവഗണനയും അവമതിയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതം നമ്മൾ ഓരോരുത്തരും ചെയ്താൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം കിട്ടും. ഇന്ന് ലോകത്തിൽ ധാരാളം ക്രിസ്തീയ സഭകൾ ഉണ്ടല്ലോ. എല്ലാ സഭകളുടെയും ഉപദേശം ദൈവവചനത്തിന് എതിരാണോ? ഒരിക്കലുമല്ല. ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളിനോട് ആത്മാർത്ഥത പുലർത്തുന്ന ധാരാളം സഭകളും സഭാ ലീഡേഴ്സും ഇന്നും ഉണ്ട്. അവർ ആത്മാർത്ഥമായി ദൈവവചനത്തിന് അനുസൃതമായ രീതിയിൽ ആ സഭയെ നിയന്ത്രിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ എല്ലാ സഭകളുടെയും കാര്യം അങ്ങനെയല്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് ചില സഭകൾ ചിന്തിക്കുന്നത് ബൈബിൾ മാത്രം പോരാ, മാനുഷികമായ പാരമ്പര്യങ്ങളും വേണമെന്നാണ്. ബൈബിൾ മാത്രം പോരാ, പാരമ്പര്യവും കൂടി, മാനുഷികമായ പാരമ്പര്യവും കൂടി നാം കണക്കിലെടുക്കണം. അങ്ങനെയുള്ള സഭകളിൽ നിന്ന് യഥാർത്ഥ ദൈവവചന പ്രകാരമുള്ള ഉപദേശം നമുക്കൊരിക്കലും ലഭിക്കുകയില്ല. എന്നാൽ വിശ്വാസത്തിൻ്റെ ഏക ആധാരമായി തിരുവചനമായ ബൈബിൾ മാത്രം സ്വീകരിച്ചിരിക്കുന്ന ധാരാളം സഭകളുണ്ട്. അവർ ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ വചനമായ ബൈബിളിനോട് വിശ്വസ്തത പുലർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഓരോ സഭയിലെ നേതാക്കന്മാരും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയാണ് നല്ല സഭ, തിരുസഭ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണ് നല്ല സഭ, ഏതാണ് തിരുസഭ? ലോകത്തിൽ ഇന്ന് പല സഭകളുണ്ട്. ഓരോ സഭയിലെ സഭാ നേതാക്കന്മാരും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയാണ് ഏറ്റവും നല്ല സഭ, തിരുസഭ എന്നൊക്കെ പറയാറുണ്ട്. അല്ലാതെ ഒരു സഭയിലെ നേതാവും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ അല്പം മോശമാണ്, ഇതിലെ ഉപദേശങ്ങൾ ബൈബിളിന് വിരുദ്ധമാണ്, ഇത് മാനുഷികമായ ആചാരങ്ങളാണ്, അങ്ങനെയൊന്നും പറയാറില്ല. ഓരോ സഭയിലെ നേതാക്കന്മാരും അവരുടെ സഭ ഏറ്റവും നല്ല സഭയെന്നും അതിലെ ആചാരങ്ങളും ഉപദേശങ്ങളും പ്രബോധനങ്ങളും ഏറ്റവും നല്ലതാണ് എന്നാണ് പൊതുവെ പറയുക. അങ്ങനെ പറയുമ്പോൾ സത്യാന്വേഷികളായ വിശ്വാസികൾ എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു സഭയിലെ നേതാവ് അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയാണ് ഏറ്റവും നല്ല സഭ, തിരുസഭ, വലിയ സഭ
എന്നൊക്കെ അദ്ദേഹം പറയുന്നു എന്ന കാരണത്താലല്ല ആ സഭയെ നാം അംഗീകരിക്കേണ്ടത്. വിശുദ്ധ ബൈബിളിൽ കാണുന്ന യഥാർത്ഥ ഉപദേശത്തോട് ആ സഭയിലെ ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ, പ്രാർത്ഥനകൾ, ആരാധനാക്രമങ്ങൾ നീതി പുലർത്തുന്നുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സഭയെ നാം നല്ലതാണോ മോശമാണോ എന്നൊക്കെ വിലയിരുത്തേണ്ടത്. അല്ലാതെ ഏതെങ്കിലും സഭകളിലെ നേതാക്കൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇന്ന സഭ നല്ലതെന്നും ഇന്ന സഭ മോശമാണെന്നും നാം തീരുമാനിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾക്ക് വിരുദ്ധമായാണോ ഒരു പ്രത്യേക സഭയിലെ ആചാരങ്ങളും ഉപദേശങ്ങളും പ്രാർത്ഥനകളും മുന്നോട്ട് പോകുന്നത് എങ്കിൽ, ഒരു പ്രത്യേക സഭയിൽ പഠിപ്പിക്കുന്ന ആചാരങ്ങളും പ്രാർത്ഥനാ രീതികളും ആരാധനാ സമ്പ്രദായങ്ങളും നിയമങ്ങളും പ്രബോധനങ്ങളും ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളിന് നിരക്കുന്നതാണോ? ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സഭ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നാം തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഒരാൾ ക്ലെയിം ചെയ്യുകയാണ് ഞങ്ങളുടെ സഭയാണ് ബെസ്റ്റ് സഭ, അതിൻ്റെ അടിസ്ഥാനത്തിലല്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തിലല്ല നാം ഒരു സഭയെ വിലയിരുത്തേണ്ടത്. ഉത്തമന്മാരായ ക്രിസ്ത്യാനികളുടെ ലക്ഷണത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന 7 സഭകൾക്കുള്ള സന്ദേശങ്ങൾ, ദൂത്, വെളിപ്പാട് 2-3 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. ആ 7 സഭകളിൽ ഒരു സഭയാണ് എഫേസോസ് സഭ. എഫേസോസ് സഭയിലെ വിശ്വാസികളുടെ പ്രത്യേകത 2-ാം അധ്യായം 2 മുതൽ നാം വായിക്കുന്നുണ്ട്. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായ ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. എഫേസോസിലെ സഭയിലെ വിശ്വാസികളോട് ചിലർ പറഞ്ഞു, ഞങ്ങൾ യഥാർത്ഥ അപ്പസ്തോലന്മാരാണ്. അവരങ്ങനെ ക്ലെയിം ചെയ്തു എന്നതുകൊണ്ട് ആ അപ്പസ്തോലന്മാരെന്ന് പറയുന്നവരെ അവർ അംഗീകരിച്ചില്ല. അവരെ പരിശോധിച്ചു. അവരുടെ ഉപദേശം വചനപ്രകാരമാണോ? അവരുടെ ജീവിതം എങ്ങനെയുള്ളതാണ്? അത് പരിശോധിച്ചപ്പോൾ എഫേസോസ് സഭയിലെ വിശ്വാസികൾക്ക് മനസ്സിലായി, ഇവർ അപ്പസ്തോലന്മാരല്ല, മറിച്ച് കള്ള അപ്പസ്തോലന്മാരാണ്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ വ്യാജ അപ്പസ്തോലന്മാർ ഉണ്ടായിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ അത് എത്രയോ വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഞാൻ വല്ലാത്ത സിദ്ധിയുള്ള ഒരുവനാണ്, എനിക്ക് ദൈവം വല്ലാത്ത അധികാരം തന്നിട്ടുണ്ട്, ഞാൻ വലിയ സഭയുടെ ശുശ്രൂഷകനാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്, നമ്മുടേതാണ് ഏറ്റവും വല്ലാത്ത സഭ എന്നൊക്കെ ഒരാൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ കണ്ണുമടച്ചത് വിശ്വസിക്കരുത്. അത് വിശ്വസിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോകും. മറിച്ച് എഫേസോസ് സഭയിലെ വിശ്വാസികൾ ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും ജീവിതവും നാം പരിശോധിക്കണം. അല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യാജമായ ഉപദേശങ്ങൾ നാം സ്വീകരിച്ച് നമ്മളും കബളിപ്പിക്കപ്പെടും, നമ്മുടെ നിത്യത നാം നഷ്ടത്തിലാക്കും. പലരും എന്തുകൊണ്ടാണ് ബാപ്റ്റിസം സ്വീകരിക്കാത്തത്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കുക, അത് സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതമാണ്. പക്ഷേ പലരും ഇന്ന് യഥാർത്ഥ വചനപ്രകാരമുള്ള ബാപ്റ്റിസം സ്നാനം സ്വീകരിക്കുന്നില്ല. കാരണം ദൈവത്തിൻ്റെ ഹിതത്തിനല്ല, സഭാ നേതാക്കളുടെ ഹിതത്തിനാണ് പലരും പ്രാധാന്യം കൊടുക്കുന്നത്. മർക്കോസ് 16:16 നമ്മോട് പറയുന്നത്, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിച്ചവനാണ് സ്നാനം സ്വീകരിക്കേണ്ടത്, അല്ലാതെ ശിശുവല്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 38-ാം വാക്യം നമ്മോട് പറയുന്നത്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. തിരുവചനം ഇവിടെ നമ്മോട് കൽപ്പിക്കുന്നത് ആദ്യം തന്നെ ബാപ്റ്റിസം അഥവാ മാമോദീസ സ്വീകരിക്കാനല്ല തിരുവചനം നമ്മോട് പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, എന്നിട്ട് സ്നാനം സ്വീകരിക്കണം. എന്നാൽ ഇന്ന് പലരും
മാനസാന്തരപ്പെട്ടു എന്ന് പറയുകയും ജലത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. അതിന് കാരണം സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതമല്ല ജീവിതത്തിൽ നിറവേറ്റുവാൻ അവർ ആഗ്രഹിക്കുന്നത്. അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയെ പ്രസാദിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് പലരും യേശുവിനെ ഏക മധ്യസ്ഥനായി അംഗീകരിക്കാത്തത്? ഇവിടെയും പലരും പ്രാധാന്യം കൊടുക്കുന്നത് സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതത്തിനല്ല, മറിച്ച് നേതാക്കളുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 1 തിമോത്തി 2:5 നമ്മോട് പറയുന്നത് ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, എല്ലാവർക്കും വേണ്ടി വിമോചന മൂല്യമായി തന്നെ അർപ്പിച്ച മനുഷ്യനായ യേശുക്രിസ്തു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥൻ, അത് വിശുദ്ധ ബൈബിളിലെ അടിസ്ഥാന തത്വമാണ്. എന്നാൽ ഇന്ന് പലരും യേശുവിനെ മാത്രം ഏക മധ്യസ്ഥനായി അംഗീകരിക്കാതെ അനേകം മധ്യസ്ഥന്മാരുടെയും മധ്യസ്ഥകളുടെയും കൂട്ടത്തിൽ ഒരു മധ്യസ്ഥനായി യേശുവിനെ അംഗീകരിക്കുന്നു. അതിന് കാരണം സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ ജീവിതത്തിൽ സ്വർഗീയ പിതാവിൻ്റെ ഹിതം എന്നിൽ നിറവേറിയാൽ മതി, അങ്ങനെയുള്ള താല്പര്യത്തോടെ അല്ല പ്രാർത്ഥിക്കുന്നത്. ഒരു മതകർമ്മം എന്ന രീതിയിൽ അങ്ങ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പലരും പ്രതിമ വണക്കം അവസാനിപ്പിക്കാത്തത്? ദൈവത്തിൻ്റെ തിരുഹിതം ജീവിതത്തിൽ നിറവേറ്റുവാൻ വചനാനുസൃതം ജീവിക്കാനല്ല പലരും ആഗ്രഹിക്കുന്നത്. പുറപ്പാട് 20-ാം അധ്യായത്തിൽ ദൈവം കൊടുത്തിരിക്കുന്ന 10 കൽപ്പനകൾ നമുക്ക് വായിക്കാൻ പറ്റും. അതിൽ 2-ാമത്തെ കൽപ്പനയായി പറയുന്നത് ഒരു സ്വരൂപത്തെ, ഒരു പ്രതിമയെ ഉണ്ടാക്കരുത്, അതിനെ വണങ്ങരുത്, അതിനെ ആരാധിക്കരുത്. 3 കാര്യങ്ങളാണ് 2-ാം പ്രമാണം വിലക്കിയിരിക്കുന്നത്. ഒരു സ്വരൂപത്തെയോ പ്രതിമയെയോ ഉണ്ടാക്കരുത്, 2ാമതായി അതിനെ വണങ്ങരുത് അഥവാ പ്രണമിക്കരുത്, 3ാമതായി അതിനെ ആരാധിക്കരുത്. എന്നാൽ പലരും സഭാസംഘടനകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഈ 2ാമത്തെ കൽപ്പനയ്ക്ക് നേരെ വിപരീതമായി മുന്നോട്ട് പോകുന്നു. അതേസമയം അങ്ങയുടെ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് വെറുതെ അങ്ങ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഏതെങ്കിലും സഭാ നേതാവ് എന്നോട് ബൈബിൾ മാത്രം പോരാ, പാരമ്പര്യം കൂടി കണക്കിലെടുക്കണം എന്ന് പറഞ്ഞാൽ ആ സഭാ നേതാവിൻ്റെ സഭയിൽ ഞാൻ തുടർന്ന് നിൽക്കണമോ? ഒരിക്കലും നിൽക്കാൻ പാടില്ല. കാരണം നാം യഥാർത്ഥ ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം വിശുദ്ധ ബൈബിളാണ്, അല്ലാതെ മാനുഷിക പാരമ്പര്യങ്ങളല്ല. തിമോത്തിയോസിൻ്റെ ലേഖനം നമ്മോട് പറയുന്നത് ഈ വിശുദ്ധ ലിഖിതങ്ങളാണ്, തിരുവെഴുത്തുകളാണ് നമ്മുടെ തെറ്റുതിരുത്തുന്നത്, നമുക്ക് നീതിയിലെ അഭ്യസനം തരുന്നത്, നമ്മെ തികഞ്ഞവരാക്കി തീർക്കുന്നത്. മാനുഷിക പാരമ്പര്യങ്ങൾ മനുഷ്യനാണ് കണ്ടുപിടിച്ചത്. മനുഷ്യൻ കണ്ടുപിടിച്ച സകല പാരമ്പര്യങ്ങൾക്കും, മനുഷ്യൻ കണ്ടുപിടിച്ച സകല ജപങ്ങൾക്കും ആരാധന മെത്തേഡുകൾക്കും അതിൻ്റേതായ ന്യൂനതകൾ ഉണ്ടായിരിക്കും. കാരണം ഇത് കണ്ടുപിടിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും മനുഷ്യരാണ്. അതുകൊണ്ട് ബൈബിളും അതോടൊപ്പം പാരമ്പര്യവും കൂടി വേണമെന്ന് പറയുമ്പോൾ അത് വലിയ അപകടമാണ്. ബൈബിൾ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. പാരമ്പര്യങ്ങൾ എന്നുള്ളത് മനുഷ്യബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ബൈബിളിനെയും മാനുഷിക പാരമ്പര്യങ്ങളെയും ഒരിക്കലും ഒരു തുലാസിൽ വയ്ക്കരുത്. അതുകൊണ്ട് ഏതെങ്കിലും സഭാ നേതാവ് നമുക്ക് ബൈബിൾ മാത്രം പോരാ, മാനുഷികമായ പാരമ്പര്യങ്ങൾ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള സഭകളിൽ നിൽക്കരുത്. കാരണം ഈ മാനുഷിക പാരമ്പര്യങ്ങൾ, ട്രഡീഷൻ നമ്മൾ വിശ്വസിച്ചാൽ ഈ മാനുഷിക പാരമ്പര്യങ്ങൾ വചനത്തെ ഞെക്കി ഞെരുക്കി ഒടുവിൽ നമ്മുടെ ഉള്ളിൽ അല്പം വചനമുണ്ടെങ്കിൽ തന്നെ ആ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി നീക്കി ഒടുവിൽ നമ്മുടെ ഹൃദയത്തിൽ മുഴുവൻ മാനുഷിക പാരമ്പര്യങ്ങളായിരിക്കും.
ഇതാണ് മാനുഷിക പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിൾ മാത്രമാണ് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്ന സഭകളിലാണ് നാം മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. യഥാർത്ഥ സഭ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സംഘടനയല്ല. ക്രിസ്തു പറഞ്ഞത് ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ എന്നുള്ളത് ക്രിസ്തുവിൻ്റേതാണ്. ക്രിസ്തുവിൻ്റെ സഭയ്ക്കുള്ള നിർദ്ദേശങ്ങളാണ് വിശുദ്ധ ബൈബിൾ. എന്നാൽ മനുഷ്യനുണ്ടാക്കിയ സഭാ സംഘടനയാണ് എങ്കിൽ മനുഷ്യൻ തന്നെ ഒരുപാട് പാരമ്പര്യങ്ങൾ ആ സഭയെ നിലനിർത്തുവാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ക്രിസ്തു സ്ഥാപിച്ചിട്ടുള്ള യഥാർത്ഥ ദൈവസഭയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ മാത്രമാണ്. മറ്റൊന്നും യാതൊരു മാനുഷിക പാരമ്പര്യങ്ങളും അതിനോടുകൂടെ കൂടിക്കലരുവാൻ നാം അനുവദിക്കരുത്. മാത്രമല്ല, ഇന്ന് നിലവിലുള്ള പല മാനുഷിക പാരമ്പര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ അത് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധ ബൈബിളിലെ പ്രബോധനങ്ങൾക്ക് നേരെ വിപരീതമാണ് എന്ന് വളരെ വ്യക്തമായി സത്യാന്വേഷികൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. തിരുവചനത്തെ സ്നേഹിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ദൈവഭക്തരായ ചിലർ എന്തുകൊണ്ടാണ് സഭ മാറുന്നത്? ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാവിഭാഗത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം, സ്വർഗീയ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ സാധ്യമല്ല എന്ന് തിരുവചനത്തെ സ്നേഹിക്കുന്ന പലരും മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ജനിച്ചു വളർന്ന പാരമ്പര്യ സഭയെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സഭകളിലേക്ക് പോകുന്നത്. നാം ധ്യാനിക്കുന്നത് ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അങ്ങയുടെ തിരുമനസ്, സ്വർഗീയ പിതാവിൻ്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതം, തിരുവിഷ്ടം ഈ മാനുഷിക പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സഭാ സംഘടനയിൽ നിന്നാൽ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നിറവേറുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് തിരുവചനത്തെ സ്നേഹിക്കുന്ന ധാരാളം ഭക്തന്മാർ അവരുടെ ആത്മരക്ഷയെ പ്രതി അവരുടെ പാരമ്പര്യങ്ങളെല്ലാം വിട്ട് വചനാനുസൃതമുള്ള കൂട്ടായ്മകളിലേക്ക്, സഭകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം, ആ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. എന്നാൽ പലരും ദൈവത്തിൻ്റെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം, അതിന് ലെവലേശം പോലും പ്രാധാന്യം കൊടുക്കുന്നില്ല. അക്കാര്യം ലെവലേശം പോലും ആഗ്രഹിക്കുന്നവരല്ല. മറിച്ച് അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ സഭാ നേതാക്കളെ പ്രസാദിപ്പിച്ചുകൊണ്ട് അതിലെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കീഴ്വഴങ്ങി ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഒരു വേദഭാഗം ഇതിനോടനുബന്ധിച്ച് വായിക്കുന്നു. 2 കൊരിന്തോസ് 6:14 മുതൽ, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണ് ഉള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയുമരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. പലരും ചിന്തിക്കുന്നത് അവർക്ക് താല്പര്യമുള്ള സഭയിൽ നിൽക്കാം, എങ്കിലും ദൈവം എന്നെ തൻ്റെ മകനായി അംഗീകരിക്കും. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ വചനവിരുദ്ധമായ മാനുഷികമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ ഉണ്ട്, ശരിയാണ്. എങ്കിലും എൻ്റെ സൗകര്യത്തിന് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു. എങ്കിലും സ്വർഗീയ പിതാവ് എന്നെ തൻ്റെ മകനായി സ്വീകരിക്കും. അത് തികച്ചും തെറ്റാണ്. നാം ഇവിടെ വായിച്ചത്, നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപ്പെട്ടിരിക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവായിരിക്കും, നിങ്ങൾ എനിക്ക്
പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും സഭാ നേതാവല്ല, സർവശക്തനായ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അതാണ് നാം വായിച്ചു കേട്ടത്. എനിക്ക് സൗകര്യമുള്ള ഒരു സഭയിലാണോ ഞാൻ അംഗത്വം എടുക്കേണ്ടത്? ബ്രദറിൻ്റെയോ എൻ്റെയോ സൗകര്യം നോക്കിയല്ല നാം ഒരു സഭ തിരഞ്ഞെടുക്കേണ്ടത്. ഇത് നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ദൈവത്തിൻ്റെ വചനം കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു സഭയിലാണ് നാം അംഗത്വം എടുക്കേണ്ടത്. അങ്ങനെ എടുക്കേണ്ടി വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായി എന്ന് വരാം. പക്ഷേ വചനവിരുദ്ധമായ ഉപദേശങ്ങളും പാരമ്പര്യങ്ങളും ക്രിസ്തുവിനും അവിടുത്തെ പ്രബോധനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ സഭാ നേതാക്കളുടെ പ്രബോധനങ്ങൾക്കും ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളിനെതിരായി നിൽക്കുന്ന ജപങ്ങൾ, പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ എന്നിവകൾക്ക് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പ്രചരിപ്പിക്കുന്ന ഒരു സഭയിൽ നമ്മൾ അംഗത്വം എടുത്താൽ അത് നമ്മുടെ ആത്മരക്ഷയെ ബാധിക്കും. അതുകൊണ്ട് നമുക്ക് അല്പം ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടായാലും തിരുവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന സഭകളിലാണ് നാം പോകേണ്ടത്. മാനുഷിക പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സഭകളിൽ പോയാൽ നമ്മുടെ ആത്മരക്ഷ അപകടത്തിലാകും. സ്വർഗീയ പിതാവേ എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും പ്രാർത്ഥിക്കാമോ? എല്ലാവരുടെയും പ്രാർത്ഥന സ്വർഗീയ പിതാവ് കേൾക്കുമോ? സ്വർഗീയ പിതാവേ എന്നുള്ള പ്രാർത്ഥന എല്ലാവർക്കും പ്രാർത്ഥിക്കാം, അതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ സ്വർഗീയ പിതാവ് എല്ലാവരുടെയും ഈ പ്രാർത്ഥന കേൾക്കുകയില്ല. കാരണം സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടത്തിനെതിരായ പാപങ്ങൾ, ആചാരങ്ങൾ, മാനുഷിക നിയമങ്ങൾ, മാനുഷിക പ്രബോധനങ്ങൾ, മാനുഷിക പാരമ്പര്യങ്ങൾ, ജപങ്ങൾ ഇവയ്ക്ക് നാം പ്രാധാന്യം കൊടുത്ത് സ്വർഗീയ പിതാവിൻ്റെ തിരുഹിതത്തിന് നേരെ വിപരീതമായി ജീവിച്ചാൽ നാം എത്ര തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയാലും സ്വർഗസ്ഥനായ പിതാവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. സുഭാഷിതങ്ങൾ 28:9 നിയമം വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. നിയമം എന്നതുകൊണ്ട് ന്യായപ്രമാണമാണ്, ദൈവം മോശയ്ക്ക് കൊടുത്ത നിയമങ്ങൾ. നിയമം വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. അതുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന അനേകർക്കും പ്രാർത്ഥിക്കാം. എന്നാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടത്തിന് നേരെ വിപരീതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ ആ സ്വർഗീയ പിതാവിനെ പ്രകോപിപ്പിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളും പാരമ്പര്യ മാർഗങ്ങളും ആണ് നാം പിന്തുടരുന്നതെങ്കിൽ നിയമം വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. പലരോടും ഇന്ന് കർത്താവിൻ്റെ വിശുദ്ധ ബൈബിളിലുള്ള കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കണമെന്ന് പറയുമ്പോൾ അതൊന്നും വകവയ്ക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പാരമ്പര്യപ്രകാരം ജീവിക്കുന്ന വചനവിരുദ്ധമായ ഭക്തിമാർഗം തിരഞ്ഞെടുത്ത പലരെയും നമുക്ക് കാണാം. അങ്ങനെയുള്ളവർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് അനുഗ്രഹമല്ല വരിക. പിന്നെയോ നാം ഇവിടെ വായിക്കുന്നു സുഭാഷിതങ്ങൾ 28:9 നിയമം വകവയ്ക്കാത്തവൻ്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. ഇന്ന് ധാരാളം പേർ ദൈവവചനം വകവയ്ക്കാതെയാണ് മുന്നോട്ട് പോകുന്നത്. സുഭാഷിതങ്ങൾ 1-23 മുതൽ വായിക്കുന്നു. എൻ്റെ ശാസന ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എൻ്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു, ഞാൻ കൈ നീട്ടിയിട്ടും ആരും ഗവനിച്ചില്ല. നിങ്ങൾ എൻ്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എൻ്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു. അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും. പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റ് പോലെ പ്രഹരിക്കുമ്പോൾ, അത്യാഹിതം ചുഴലിക്കാറ്റ് പോലെ വന്നെത്തുമ്പോൾ, ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു. അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും
എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു. അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും. 28-ാം വാക്യം വീണ്ടും വായിക്കുന്നു. അപ്പോൾ അവർ എന്നെ വിളിക്കും, ഞാൻ വിളി കേൾക്കുകയില്ല. ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല. എനിക്ക് ഒരു സംശയമുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുന്ന ഞാൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അമ്മേ എന്ന് വിളിക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പവും ഉണ്ടോ? കുഴപ്പമേ ഉള്ളൂ. കാരണം സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവ് എന്നാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ അമ്മേ എന്ന് വിളിച്ചാൽ ആ സ്വർഗസ്ഥനായ പിതാവിനെ ഒരു സൃഷ്ടിയാക്കുകയാണ് ചെയ്യുക. സൃഷ്ടാവിനെ സൃഷ്ടിയായി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവദൂഷണം. നമ്മളൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എല്ലാ വിശുദ്ധരും, യേശുവിൻ്റെ അമ്മയും പഴയ നിയമ വിശുദ്ധരും ഈ ലോകത്തിലുള്ള നേതാക്കളും നമ്മളെല്ലാവരും സൃഷ്ടികളാണ്. സ്വർഗസ്ഥനായ പിതാവ് സൃഷ്ടാവാണ്. സ്വർഗസ്ഥനായ പിതാവാണ് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അമ്മേ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മാതാവേ എന്ന് വിളിക്കുമ്പോൾ നാം ആ സ്വർഗീയ പിതാവിനെ അവഹേളിക്കുകയും സ്വർഗീയ പിതാവ് ഒരു സൃഷ്ടിയാണ് എന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുകയാണ്. തമ്പുരാൻ്റെ അമ്മ എന്ന് പറഞ്ഞാലും സ്വർഗസ്ഥനായ പിതാവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണോ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ അമ്മേ എന്ന് പറഞ്ഞാലും തമ്പുരാൻ്റെ അമ്മേ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. തമ്പുരാൻ എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം, സൃഷ്ടാവിൻ്റെ മാതാവേ, തമ്പുരാൻ്റെ അമ്മേ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ അമ്മേ എന്നൊക്കെ പറഞ്ഞാൽ ഒരേ അർത്ഥമാണ് ഉള്ളത്. യേശുക്രിസ്തുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയം ഒരു സൃഷ്ടിയാണ്. തമ്പുരാൻ്റെ സൃഷ്ടി, സ്വർഗീയ പിതാവിൻ്റെ സൃഷ്ടി. എന്നാൽ നാം യേശുവിൻ്റെ അമ്മ, തമ്പുരാൻ്റെ അമ്മയും സ്വർഗീയ പിതാവിൻ്റെ അമ്മയും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്വർഗീയ പിതാവിനേക്കാളും വലുതാക്കി മറിയത്തെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു. മനുഷ്യനായി വന്ന യേശുവിൻ്റെ അമ്മയാണ് മറിയം. അല്ലാതെ മറിയം സൃഷ്ടാവിൻ്റെ അമ്മയോ തമ്പുരാൻ്റെ അമ്മയോ സ്വർഗീയ പിതാവിൻ്റെ അമ്മയോ അല്ല. അതുകൊണ്ട് നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും അത് കഴിഞ്ഞ് ഉടനെ തന്നെ തമ്പുരാൻ്റെ അമ്മയെ, സൃഷ്ടാവിൻ്റെ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അപകടം നമ്മൾ തിരിച്ചറിയണം. കാരണം സ്വർഗസ്ഥനായ പിതാവിന് അമ്മയില്ല. സ്വർഗസ്ഥനായ പിതാവിന് അമ്മയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ടൊന്നും സ്വർഗസ്ഥനായ പിതാവിന് അമ്മയുണ്ടാകില്ല. സൃഷ്ടാവിന് അമ്മയുണ്ടെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് സൃഷ്ടാവിന് അമ്മയുണ്ടാകില്ല. അതുപോലെ തന്നെ തമ്പുരാന് അമ്മയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് തമ്പുരാന് ഒരിക്കലും അമ്മയുണ്ടാകില്ല. എന്നാൽ നമ്മൾ അങ്ങനെ സ്വർഗീയ പിതാവിൻ്റെ അമ്മയെ, തമ്പുരാൻ്റെ അമ്മയെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ ദോഷം വരും. സ്വർഗീയ പിതാവിൻ്റെ അനുഗ്രഹമല്ല നമുക്ക് ലഭിക്കുക, സ്വർഗീയ പിതാവിൻ്റെ ക്രോധമാണ് നമുക്ക് ലഭിക്കുക. സ്വർഗീയ പിതാവിൻ്റെ അമ്മ, തമ്പുരാൻ്റെ അമ്മ എന്നൊക്കെ നാം ഏതെങ്കിലും ഭൂമിയിലെ മനുഷ്യ സ്ത്രീയെ വിളിക്കുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു ദൈവദൂഷണമായി വരും. കാരണം സ്വർഗീയ പിതാവ് സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിനെ ഒരു സൃഷ്ടി എന്ന് വിളിക്കുന്നതിനേക്കാളും വലിയ ദൈവദൂഷണം ഇല്ല. തമ്പുരാൻ്റെ അമ്മ എന്ന് പറയുന്നത് തെറ്റാണോ? അതോ യേശുവിൻ്റെ അമ്മ എന്ന് പറയുന്നത് ശരിയാണോ? യേശുവിൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. എന്നാൽ തമ്പുരാൻ്റെ അമ്മ, സൃഷ്ടാവിൻ്റെ മാതാവ്, സ്വർഗീയ പിതാവിൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നതാണ് വലിയ അപരാധമായി ഇരിക്കുന്നത്. യേശുവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മറിയം ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശു ഉണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നു. മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശുവിൻ്റെ അമ്മയാണ് മറിയം. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പുണ്ട്. എന്നാൽ മറിയത്തിന് ഒരിക്കലും പറയാൻ പറ്റില്ല, ഞാൻ അബ്രഹാമിന് മുമ്പുണ്ട്. യേശുവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേഷത്തിൽ മനുഷ്യനായി ദാസൻ്റെ രൂപം എടുത്തു വന്ന
യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്ന അർത്ഥത്തിലാണ്. വെളിപ്പാടിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ആരംഭവുമില്ല അവസാനവുമില്ലാത്തവനാണ് യേശുക്രിസ്തു. എന്നാൽ മറിയത്തിന് ആരംഭവുമുണ്ട് അവസാനവുമുണ്ട്. മറിയം ഒരു പ്രത്യേക ഡേറ്റിൽ ജനിച്ചു, ഒരു പ്രത്യേക ഡേറ്റിൽ മരിച്ചു. അപ്പോൾ യേശുവിൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യനായി വന്ന യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്ന അർത്ഥത്തിലാണ്. കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്തും പറയുന്നുണ്ട്, അത് തെറ്റല്ല. എന്നാൽ സ്വർഗീയ പിതാവിൻ്റെ അമ്മ, സൃഷ്ടാവിൻ്റെ അമ്മ, തമ്പുരാൻ്റെ അമ്മ എന്ന് പറയുന്നതാണ് വചനവിരുദ്ധമായിരിക്കുന്നത്. എലിസബത്ത് ഇവിടെ ഉദ്ദേശിച്ച കർത്താവ് ആരാണ്? വേഷത്തിൽ മനുഷ്യനായി വന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയാണ് എലിസബത്ത് ഇവിടെ കർത്താവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. മറിയം കർത്താവിൻ്റെ അമ്മ തന്നെയാണ്. നമുക്കും യേശുവിൻ്റെ അമ്മയായ മറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ എലിസബത്ത് ഒരിക്കലും മറിയത്തെ തമ്പുരാൻ്റെ അമ്മ, സൃഷ്ടാവിൻ്റെ മാതാവ്, ദൈവത്തിൻ്റെ അമ്മ, സ്വർഗീയ പിതാവിൻ്റെ അമ്മ ഇങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം നാം ഓർക്കണം. കാരണം സൃഷ്ടാവ് തന്നെയാണ് ഈ സ്വർഗസ്ഥനായ പിതാവ്. സൃഷ്ടാവിന് അമ്മയില്ല. സ്വർഗീയ പിതാവും സൃഷ്ടാവും ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് സൃഷ്ടാവിൻ്റെ അമ്മേ എന്ന് പറഞ്ഞാലും സ്വർഗസ്ഥനായ പിതാവിൻ്റെ അമ്മേ എന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാണ്. നമ്മൾ സാവകാശം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാണ്. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ പകുതി നാം ധ്യാനിച്ചു കഴിഞ്ഞു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇത്രയും നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ഒരാവശ്യവും പറയുന്നില്ല. ദൈവത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ അവൈലബിൾ ആകുക, അതാണ് ഈ പ്രാർത്ഥനയുടെ ഉദ്ദേശം. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇവിടെ നമ്മുടെ വ്യക്തിപരമായ ഒരാവശ്യവും പറയുന്നില്ല. ഇനി ഈ പ്രാർത്ഥനയുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യം ഈ വരിയിൽ കർത്താവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ആവശ്യമാണല്ലോ. നാം സ്വർഗസ്ഥ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? നല്ല ചോദ്യം. പലരും സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തന്നെ ഭൗതിക ആവശ്യങ്ങൾ പറയാറുണ്ട്. ഭക്ഷണം തരണേ, വസ്ത്രം തരണേ, പണം തരണമേ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും. എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ആദ്യമേ തന്നെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ പറയാനല്ല ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അത്രയും പറഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നാം പറയേണ്ടത്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വിശപ്പടക്കാനുള്ള ഭക്ഷണത്തെ മാത്രമാണോ അത് ഉദ്ദേശിക്കുന്നത്? വിശപ്പടക്കാനുള്ള ഭക്ഷണം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഒരു ദിവസം നമുക്ക് ഭക്ഷണം ആവശ്യമാണ്,
ഈ ഭൂമിയിൽ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിനായി ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒരു ദിവസം നമുക്ക് ഭക്ഷണം ആവശ്യമാണ്, അതേപോലെ തന്നെ വസ്ത്രം ആവശ്യമാണ്. ഈ ഭൂമിയിൽ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിനായി ചില കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. അന്നന്ന് വേണ്ട ആഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം നമുക്ക് വേണ്ട ഭൗതികമായ കാര്യങ്ങൾ, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുമ്പോൾ അതും കൂടി അതിൽ ഉൾപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഭക്ഷണം നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. മാത്രമല്ല നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായ വചനം, നമുക്ക് കൃപ, സമാധാനം ഓരോ ദിവസവും ആവശ്യമാണ്. പാർപ്പിടം, വസ്ത്രം നമുക്ക് ആവശ്യമാണ്. ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളും ഈ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നുണ്ട്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് സ്വയമായിട്ടൊരു കഴിവുമില്ല, എൻ്റെ ശക്തി കൊണ്ടൊന്നും നടക്കുകയില്ല, ഞാൻ എല്ലാ കാര്യത്തിനും സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഈ ദൈവത്തിൽ ആശ്രയിക്കാതെ എനിക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. സമ്പൂർണമായി നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു. അതിൻ്റെ തെളിവാണ് ഈ പ്രാർത്ഥന. നിയമാവർത്തനം 8:17 മുതൽ എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. 17-ാം വാക്യത്തിൽ എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ നിങ്ങൾ പറയരുത്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. സ്വർഗീയ പിതാവേ, ഞാൻ അങ്ങയുടെ ശക്തിയിൽ ആശ്രയിക്കുന്നു. അതാണ് നാം അർത്ഥമാക്കുന്നത്. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാത്തവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവർക്കും സ്വർഗസ്ഥ പിതാവ് തന്നെയാണോ ഭക്ഷണം നൽകുന്നത്? ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും വെയിലും മഴയും നൽകുന്നത് സ്വർഗീയ പിതാവാണ് എന്ന് ഈ ഗിരിപ്രഭാഷണത്തിൽ തന്നെ കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അറിയാത്ത ജനകോടികൾ ഇന്ന് ഈ ലോകത്തിലുണ്ട്. അവർ ഒരിക്കലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടില്ല. എങ്കിലും അവർക്കും അന്നന്ന് വേണ്ട ഭക്ഷണം നൽകുന്നത് സ്വർഗീയ പിതാവാണ്. പക്ഷേ അവർക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നത് ആരാണ്, ആ കാര്യം അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഞാൻ കഴിക്കുന്ന ഈ അന്നം, ഈ ഭക്ഷണം എൻ്റെ ശക്തി കൊണ്ട് ഈ മേശമേൽ വന്നിരിക്കുന്നതല്ല. സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളാണ് ഈ ഭക്ഷണം എൻ്റെ മുന്നിൽ കൊണ്ട് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരിക്കലൊരു ദൈവദാസൻ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിൽ കയറി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു. രണ്ടുപേരുടെയും മുന്നിലേക്ക് വെയിറ്റർ ഭക്ഷണം കൊണ്ടുവന്നു. അപ്പോൾ ദൈവദാസൻ ഉടനെ തന്നെ തല കുമ്പിട്ട് ആ ഭക്ഷണം സ്വർഗീയ പിതാവാണല്ലോ തന്നത്, അതിന് നന്ദി പറയാൻ ആരംഭിച്ചു. ഇത് കണ്ടപ്പോൾ അവിശ്വാസിയായ ദൈവത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ടാണ് തല കുനിച്ചിരിക്കുന്നത്? തലവേദനയുണ്ടോ? അപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞു, എനിക്ക് തലവേദനയില്ല, ഈ ഭക്ഷണം എനിക്ക് തന്നിരിക്കുന്നത് സ്വർഗീയ പിതാവാണ്, അക്കാര്യം എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ് സ്വർഗീയ പിതാവിന്. അത് കേട്ടപ്പോൾ ദൈവവിശ്വാസിയല്ലാത്ത ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ കൈയിൻ്റെ അധ്വാന ഫലമാണ്, എനിക്ക് ആരോടും നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു, എനിക്ക് പൈസ കിട്ടി, ആ പൈസ കൊണ്ട് ഞാൻ ഈ ഭക്ഷണം വാങ്ങി കഴിക്കുന്നു, എനിക്ക് ആരോടും നന്ദി പറയേണ്ട കാര്യമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിന് നന്ദി പറയാറില്ല എന്ന് ആ അവിശ്വാസിയായ മനുഷ്യൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ നായ്ക്കും ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട്.
ഒരിക്കലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നായ ദൈവത്തിന് നന്ദി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് എപ്പോൾ ഭക്ഷണം കിട്ടിയാലും ദൈവത്തിന് നന്ദി പറയും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ലോകത്തിൽ കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണം നൽകുന്നത് സ്വർഗീയ പിതാവാണ്. പക്ഷേ എല്ലാവർക്കും ആ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ പോലും പലപ്പോഴും സ്നേഹവാനായ സ്വർഗീയ പിതാവിനെ മറന്ന് നന്ദികെട്ടവരായി തീർന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ അറിയുന്നുണ്ട്, കഴുത തൻ്റെ യജമാനനെ അറിയുന്നുണ്ട്, എന്നാൽ എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. ദൈവം പറഞ്ഞു, ഞാൻ മക്കളെ പോറ്റി വളർത്തി. ഇസ്രായേൽ മക്കളെ തീറ്റിപ്പോറ്റിയത് ദൈവമായിരുന്നു. പക്ഷേ ആ ദൈവത്തോട് അവർ നന്ദി കാണിച്ചില്ല. ദൈവമക്കളായ നമ്മുടെ പ്രത്യേകത, നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരാണ്. ഒരു നേരം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം ദൈവമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. നാം വസ്ത്രം ധരിക്കുമ്പോൾ, നാം ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, ചെറുതോ വലുതുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മകളായി ദൈവം തരുമ്പോൾ നമ്മൾ അവയെ പ്രതി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നാം ദൈവമക്കളാണ്, സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ദൈവം നമുക്ക് ചെയ്തു തരുന്ന സകല നന്മകൾക്കും ദൈവത്തോട് നന്ദി അർപ്പിക്കുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിച്ചു. എന്നാൽ ഒരു വർഷത്തേക്കോ ഒരു മാസത്തേക്കോ ഒരാഴ്ചത്തേക്കോ വേണ്ട ആഹാരം ഞങ്ങൾക്ക് വേണമെന്ന് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചില്ല. അതെന്തുകൊണ്ട്? ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. ഒരു വർഷത്തെ ഒരു മാസത്തെ ഭക്ഷണം മുൻകൂറായി ലഭിച്ചാൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മൾ മറന്നുപോകും. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഭക്ഷണം നൽകി, സ്വർഗീയ മന്ന നൽകി. എന്നാൽ ഓരോ ദിവസത്തേക്കുള്ള മന്നയാണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയത്. ഒരു ദിവസം മന്ന പെയ്തില്ല എങ്കിൽ അവർ പട്ടിണിയാണ്, ഏഴാമത്തെ ദിവസം ഒഴിച്ചു നിർത്തിയാൽ. അതുകൊണ്ട് എല്ലാ ദിവസവും അവർ നോക്കുകയാണ്, ദൈവമേ ഇന്ന് ഭക്ഷണം ഞങ്ങൾക്ക് ലഭിക്കണം. 40 വർഷം ദൈവം അവർക്ക് മന്ന കൊടുത്തു. ഓരോ ദിവസത്തേക്ക് ആവശ്യമായ മന്നയാണ് നൽകിക്കൊണ്ടിരുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ 40 വർഷത്തെ ഭക്ഷണം ഒറ്റ ദിവസം തന്നെ അവർക്ക് നൽകാമായിരുന്നു. ദൈവത്തിന് അത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എന്നാൽ 40 വർഷത്തെ ഭക്ഷണം മുൻകൂറായി ഒരു ദിവസം അവർക്ക് ലഭിച്ചാൽ പിന്നെ ദൈവത്തിൽ ആശ്രയിക്കുകയില്ല. ഇന്ന് വിശുദ്ധരായ പല ദൈവമക്കളും സാമ്പത്തികമായി വലിയ ഉയർച്ചയുള്ളവരല്ല. അന്നന്ന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി അവർ ദിനവും ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണ്. പല വിശുദ്ധരായ ദൈവമക്കൾക്കും ധാരാളം സമ്പത്ത് ദൈവം മുൻകൂറായി എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? വലിയ സമ്പത്ത് മുൻകൂറായി കിട്ടിയാൽ പിന്നെ ദൈവത്തിലുള്ള ആശ്രയബോധം കുറയും. ഓരോ ദിവസത്തിന് വേണ്ടത് ദൈവം നമുക്ക് തരും. അടുത്ത ദിവസം നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ അടുത്ത ദിവസത്തേക്ക് വേണ്ടത് നാളത്തെ ദിവസം ദൈവം തരും. ഇങ്ങനെ ഓരോ ദിവസത്തേക്ക് വേണ്ടത്, അന്നന്ന് വേണ്ട ആഹാരം ഓരോ ദിവസവും ദൈവം നൽകുന്നത്. ഓരോ ദിവസവും നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ വേണ്ടിയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമീൻ.